അമേരിക്കയുടെ പതനം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പ്രവചിച്ചതാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിന് ഇനി ലോകത്ത് ഒരു പ്രസക്തിയുമില്ല. വർഷങ്ങൾക്ക് മുൻപ് ഒരു കാർട്ടൂണിസ്റ്റ് വരച്ച ചിത്രം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നല്ലേ നമുക്ക് പരിശോധിക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് വ്യാപാര നയങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലും അതുപോലെ സാമ്പത്തിക മേഖലയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് വരച്ച ഒരു രാഷ്ട്രീയ കാർട്ടൂൺ വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ്. 1925 അമേരിക്കൻ കാർട്ടൂണിസ്റ്റ് ബോബ് മൈനർ വരച്ച ഈ ചിത്രം ചൈന, ഇന്ത്യ, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ വളർച്ചയും പാശ്ചാത്യ ശക്തികളുടെ ആധിപത്യത്തിന്റെ അന്ത്യവും പ്രവചിക്കുന്നതായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് പൊറുതിമുട്ടിയ ലോകം അത് തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ട്രംപിന്റെ ഉയർന്ന താരിഫ് നയങ്ങൾ ലോകത്ത് നിലവിലുള്ള പരമ്പരാഗത അധികാര സന്തുലനാവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഈ കാർട്ടൂൺ ഒരു നൂറ്റാണ്ട് മുൻപുള്ള ദീർഘവീക്ഷണത്തിന്റെ ഓർമ്മപ്പെടുത്തലായിട്ട് മാറുകയാണ്. മാറുന്ന ലോകക്രമത്തിൽ ട്രംപിന്റെ നയങ്ങൾ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നുവെന്നും മൈനറിന്റെ പ്രവചനം യാഥാർത്ഥ്യമാകുമോ എന്നുള്ള വിശകലനങ്ങൾക്ക് ഈ കാർട്ടൂൺ പുതിയൊരു തലം നൽകുകയാണ്. 1925 സോഷ്യലിസ്റ്റ് ദിനപത്രമായ ഡെയിലി വർക്കറിന്റെ കവറിൽ പ്രസിദ്ധീകരിച്ച ഈ കാർട്ടൂൺ അക്കാലത്ത് ആഗോള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന അധികാര സന്തുലിതാവസ്ഥയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. കാർട്ടൂണിൽ അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ പാശ്ചാത്യ ശക്തികളുടെ പ്രതിനിധാനങ്ങളെ ചൈന, ഇന്ത്യ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവയുടെ രൂപങ്ങൾ മറികടക്കുന്നതായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന സോവിയറ്റ് പട്ടാളക്കാരൻ പശ്ചാത്തലത്തിൽ ചിരിക്കുന്നതും കാർട്ടൂണിൽ വ്യക്തമായിട്ട് കാണാം. പാശ്ചാത്യ രാജ്യങ്ങൾ പണവും സൈനിക ശക്തിയും കൊണ്ട് സമ്പന്നരായിരുന്നപ്പോൾ ചൈനയും ഇന്ത്യയും ആഫ്രിക്കയും ജനസംഖ്യാപരമായി കൂടുതൽ ശക്തരാണെന്ന് മൈനർ ഈ കാർട്ടൂണിലൂടെ ഓർമ്മിപ്പിച്ചു. ഒരു നൂറ്റാണ്ടിനു ശേഷം, അതായത് 2025 ഈ പ്രവചനം യാഥാർത്ഥ്യമാകുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ലോകം മുഴുവൻ കാണുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയങ്ങളുടെ പ്രധാന ആയുധമാണ് താരിഫുകൾ. ഏകദേശം 70 രാജ്യങ്ങൾക്കെതിരെ ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ തീരുവകൾ 10% മുതൽ 40% വരെയാണ്. ജപ്പാന് 15%, പാകിസ്ഥാന് 19%, ശ്രീലങ്കയ്ക്ക് 20%, ബ്രിട്ടന് 10% തുടങ്ങിയ രാജ്യങ്ങളെ ഇത് നേരിട്ട് ബാധിക്കുകയാണ്. അതേസമയം ഇന്ത്യയുടെ കാര്യത്തിൽ ട്രംപിന്റെ നടപടികൾ കൂടുതൽ കടുത്തതാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. നേരത്തെ പ്രഖ്യാപിച്ച 25% താരിഫിന് പുറമെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള ശിക്ഷയായിട്ട് 25% അധിക തീരുവ കൂടി ചുമത്തിയിട്ടുണ്ട്. ഇതോടെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള മൊത്തം താരിഫ് 50% ഉയർന്നു. ഇത് ലോകത്ത് ഒരു രാജ്യത്തിനു മേൽ അമേരിക്ക ചുമത്തിയ ഏറ്റവും ഉയർന്ന താരിഫുകളിൽ ഒന്നാണ്. ഈ നടപടികൾ ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി അമേരിക്ക നേരിട്ടുള്ള വ്യാപാര യുദ്ധത്തിന് തയ്യാറാണെന്ന സൂചനയാണ് നൽകുന്നത്. നിയമപരമായ വെല്ലുവിളികളും അതുപോലെ സാമ്പത്തിക മുന്നറിയിപ്പുകളും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ട്രംപിന്റെ താരിഫ് നയങ്ങൾക്കെതിരെ നിയമപരമായ വെല്ലുവിളികൾ ഉയർന്നു കഴിഞ്ഞു. ട്രംപിന്റെ മുൻ ഭരണകാലത്ത് ഏർപ്പെടുത്തിയ താരിഫുകൾ കാരണം തങ്ങൾ സാമ്പത്തിക നഷ്ടമുണ്ടായെന്ന് ആരോപിച്ച് ബിസിനസ് സ്ഥാപനങ്ങളും അതുപോലെ സംസ്ഥാനങ്ങളും സമർപ്പിച്ച ഹർജികളിൽ അമേരിക്കൻ കോടതി വിധി പറയാനിരിക്കുകയാണ്. അതേസമയം ഈ താരിഫുകൾ റദ്ദാക്കിയാൽ രാജ്യം 1929 മഹാമാന്ദ്യത്തിന് സമാനമായ സാമ്പത്തിക തകർച്ച നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ നയങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പോസിറ്റീവ് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ട്രംപിന്റെ വ്യാപാര നയങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് ഈ നയങ്ങൾ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. എന്നാൽ മറുവശത്താകട്ടെ ഇത് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ചൈന, ഇന്ത്യ പോലുള്ള വളർന്നു വരുന്ന ശക്തികളെ ഒരുമിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകവുമാണ്. ഇത് 1925 ബോബ് മൈനർ വരച്ച കാർട്ടൂണിലെ പ്രവചനം പോലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആധിപത്യം കുറയുകയും പുതിയ സാമ്പത്തിക ശക്തികൾ ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു പുതിയ ലോകക്രമത്തിന് തുടക്കമിടുമോ എന്ന സംശയമാണ് നിലനിർത്തുന്നത്. അതിനാൽ ട്രംപിന്റെ നയങ്ങൾ ഹ്രസ്വകാലത്തേക്ക് അമേരിക്കയ്ക്ക് നേട്ടമുണ്ടാക്കിയേക്കാം. എന്നാൽ ദീർഘകാലത്തേക്ക് ഇത് ആഗോള വ്യാപാര ബന്ധങ്ങളെ തകർക്കുകയും ഒരു പുതിയ ലോകക്രമം സ്ഥാപിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ആഗോള രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ സ്വാധീനം കുറഞ്ഞു വരുന്നതായി പല വിദഗ്ധരും ഇതിനോടകം തന്നെ വിലയിരുത്തിയിട്ടുമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക നേടിയെടുത്ത ഏകധ്രുവ ലോകത്തിലെ, അതായത് യൂണിപോളാർ വേൾഡ് ആധിപത്യം ഇപ്പോൾ വെല്ലുവിളിക്കപ്പെടുകയാണ്. അമേരിക്കൻ ശക്തി കുറയുന്നു എന്നതിനേക്കാൾ മറ്റ് രാജ്യങ്ങളുടെ ശക്തി വർദ്ധിക്കുന്നു എന്നതാണ് ഈ മാറ്റത്തിന്റെ പ്രധാന കാരണം. സാമ്പത്തികമായും സൈനികമായും ചൈന ഒരു വലിയ ശക്തിയായി വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ബെൽറ്റ് ആൻഡ് റോഡ് പോലെയുള്ള പദ്ധതികളിലൂടെയും സാമ്പത്തിക സഹായങ്ങളിലൂടെയും പല രാജ്യങ്ങളെയും ചൈന സ്വാധീനിക്കുന്നു. റഷ്യ ആകട്ടെ സൈനിക ശേഷിയിലും ഊർജ്ജ മേഖലയിലും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് അമേരിക്കൻ താൽപര്യങ്ങളെ പലപ്പോഴും വെല്ലുവിളിക്കുന്നു. ഈ രണ്ട് രാജ്യങ്ങളും ചേർന്ന് അമേരിക്കയേക്കാൾ വ്യത്യസ്തമായ ഒരു ലോകക്രമം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട്.
അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന അസ്ഥിരതയും ഭിന്നതകളും രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള നേതാക്കളുടെ അമേരിക്ക ഫസ്റ്റ് എന്ന നയങ്ങൾ പരമ്പരാഗത സഖ്യകക്ഷികളെ പോലും അകറ്റി നിർത്തി. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും സൈനിക ശക്തിക്കും വലിയ തിരിച്ചടിയായിട്ടുമുണ്ട്. ഈ സൈനിക ഇടപെടലുകൾ ആഗോളതലത്തിൽ അമേരിക്കയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളും വ്യാപാര യുദ്ധങ്ങളും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചപ്പോൾ യൂറോപ്യൻ യൂണിയനും മറ്റ് രാജ്യങ്ങളും ഒരുമിച്ച് സാമ്പത്തിക ശക്തിയായി വളരുന്ന കാഴ്ചയും ലോകം കണ്ടു. നാറ്റോ പോലുള്ള സഖ്യകക്ഷികൾ പോലും അമേരിക്കയുടെ നിലപാടുകളിൽ ആശങ്ക രേഖപ്പെടുത്തുന്നവരാണ്. അമേരിക്കയുടെ സംരക്ഷണത്തിൽ മാത്രം ആശ്രയിക്കാതെ സ്വന്തം സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നുമുണ്ട്. ലോകം ഇപ്പോൾ ഏകധ്രുവമല്ലാത്ത ബഹുധ്രുവമായ ഒരു ഘടനയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക, ചൈന, റഷ്യ, യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യ തുടങ്ങിയ ശക്തി കേന്ദ്രങ്ങൾ ഓരോന്നിനും അവരുടേതായ സ്വാധീന മേഖലകളുമുണ്ട്. ഇത് അമേരിക്കൻ മേധാവിത്വത്തെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. അമേരിക്ക ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തി തന്നെയാണ്. എന്നിരുന്നാലും മറ്റ് രാജ്യങ്ങളുടെ വളർച്ചയും അമേരിക്കയുടെ ആഭ്യന്തര വിദേശ നയങ്ങളിലെ മാറ്റങ്ങളും അതിന്റെ ആഗോള സ്വാധീനം കുറയ്ക്കുന്നുണ്ട്. ഇതൊരു പുതിയ ലോകക്രമത്തിലേക്കുള്ള മാറ്റത്തിന്റെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ ആഗോള പോലീസ് റോള് ലോകത്തിന്റെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും എതിരാണ്. US തങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് രാജ്യങ്ങളെ ശിക്ഷിക്കാനും ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും സൈനിക ഇടപെടലുകൾ നടത്താനും അവകാശമുണ്ടെന്നാണ് കരുതുന്നത്. എന്നാൽ ആര് നിങ്ങൾക്ക് ഈ അധികാരം നൽകിയെന്ന് ലോകം ചോദിക്കുകയാണ്. ലോകത്തിന്റെ സമാധാനത്തിന്റെ രക്ഷകനായി നിങ്ങളെ ആരാണ് നിയോഗിച്ചത്? US-ന്റെ സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാനെ, ഉത്തര കൊറിയയെ, റഷ്യയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും ഈ രാജ്യങ്ങൾ ബ്രിക്സിന്റെ കീഴിൽ ഒരുമിച്ച് നിന്ന് പ്രതിരോധം തീർത്തതും ലോകം കണ്ടു. ബ്രിക്സ് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഒരു ബഹുമുഖ ധ്രുവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടായ്മ US-ന്റെ ഏകപക്ഷീയമായ നയങ്ങളെ വെല്ലുവിളിക്കാനുള്ള ശക്തിയാണ് പ്രകടിപ്പിക്കുന്നത്. ട്രംപിന്റെ താരിഫ് ഭീഷണികൾ US-ന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ദുർബലമാക്കുന്നതാണ്. അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർ തന്നെ ഇതിനോടകം മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു. ഈ ഭീഷണികൾ പണപ്പെരുപ്പും വ്യാപാര യുദ്ധങ്ങളും സാമ്പത്തിക മാന്ദ്യവും ഉണ്ടാക്കുമെന്നാണ് അവരുടെ മുന്നറിയിപ്പ്. ബ്രിക്സ് രാജ്യങ്ങൾ ഡോളർ ഇതര കറൻസികളിലേക്ക് മാറാനുള്ള ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ യുവാൻ, ഇന്ത്യയുടെ റുപ്പി, റഷ്യയുടെ റൂബിൾ എന്നിവയിൽ വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഡോളറിന്റെ ആധിപത്യത്തെ തന്നെ തകർക്കുന്നതാണ്. ബ്രിക്സിന്റെ ഈ ഒരുമ ട്രംപിന്റെ നയങ്ങളെ പരാജയപ്പെടുത്താനുള്ള ശക്തിയാണ് നൽകുന്നത്. ഭാവിയിൽ ബ്രിക്സ് രാജ്യങ്ങൾ കൂടുതൽ ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളെ ഒപ്പം കൂട്ടി US-ന്റെ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുക തന്നെ ചെയ്യും. ട്രംപിന്റെ ധാർഷ്ട്യവും അമേരിക്കയുടെ ലോക പോലീസ് റോളും ലോകത്തിന്റെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനും എതിരാണ്. ബ്രിക്സ് രാജ്യങ്ങൾ ഈ ഏകപക്ഷീയ ആധിപത്യത്തിനെതിരെ ഒരുമിച്ച് നിന്ന് പുതിയൊരു ആഗോളക്രമം രൂപപ്പെടുത്തുകയാണ്. ഇന്ത്യയും ചൈനയും റഷ്യയും ഒരുമിച്ച് നിന്ന് US-ന്റെ താരിഫ് ഭീഷണികളെ നേരിടുന്നത് ലോകത്തിന്റെ ബഹുമുഖ ധ്രുവീകരണത്തിന് തുടക്കമാണ്. ട്രംപിന്റെ നയങ്ങൾ US-നെ ഒറ്റപ്പെടുത്തുകയും ബ്രിക്സിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ലോകം ഇനിയൊരു രാജ്യത്തിന്റെ കാൽക്കീഴിൽ കിടക്കില്ല. ബ്രിക്സിന്റെ ഒരുമ ട്രംപിനെ പരാജയപ്പെടുത്തുകയും US-ന്റെ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുകയും ചെയ്യും. അമേരിക്കയുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന ഇന്ത്യയും ബ്രസീലും ആ പ്രതീക്ഷയാണ് ഇപ്പോൾ ലോകത്തിന് നൽകിയിരിക്കുന്നത്. അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾക്ക് അതീതമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില രാജ്യങ്ങൾക്കെതിരെ ചുമത്തിയ അധിക താരിഫുകൾ ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധി ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിന്റെ ഏറ്റവും പുതിയ ഇരകളായ ഇന്ത്യയും ബ്രസീലും ശക്തമായിട്ടാണ് ട്രംപിന്റെ നീക്കത്തെ നേരിടുന്നത്. അമേരിക്കൻ താരിഫ് ഭീഷണികൾക്കുള്ള പ്രതികരണമായി മൾട്ടിലാറ്ററലിസത്തെയും ന്യായമായ വ്യാപാരത്തെയും പിന്തുണച്ച് ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ നിലപാടെടുത്തത് അമേരിക്കയുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന നടപടി തന്നെയാണ്. ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇനാൻസിയോ ലുലു ഡാ സിൽവയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ 1 മണിക്കൂറോളം നീണ്ട ഫോൺ സംഭാഷണത്തിൽ ഇരുവരും ആഗോള സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും വർദ്ധിച്ചുവരുന്ന വ്യാപാര യുദ്ധങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വെല്ലുവിളികളെ നേരിടാൻ ബ്രസീലും ഇന്ത്യയും തമ്മിൽ കൂടുതൽ അടുത്ത സഹകരണം അനിവാര്യമാണെന്നാണ് ഇരു നേതാക്കളും പറയുന്നത്. ബഹുരാഷ്ട്രവാദത്തെ സംരക്ഷിക്കേണ്ടതിന്റെയും നിലവിലെ ആഗോള വെല്ലുവിളികളെ നേരിടേണ്ടതിന്റെയും പ്രാധാന്യം അവർ വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത് അമേരിക്ക ഏകദേശം അവസാനിക്കാനായി എന്നതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ വിലയിരുത്തൽ തന്നെയാണോ നിങ്ങളുടേത് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. എന്തു തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.